CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഉൾപ്പെട്ട യൂത്ത് ലീഗ് നേതാവ് ഗഫൂർ കൊൽക്കളത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കില്ലെന്ന് യൂത്ത് ലീഗ്. ഗഫൂറിനെ വേട്ടയാടാൻ ആരെയും അനുവദിക്കില്ലെന്നും എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MSFനെതിരെ രൂക്ഷ വിമർശനവുമായി SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. MSFനെ ഒന്നാം നമ്പർ വർഗീയ സംഘടന എന്നും PK നവാസ് വർഗീയവാദിയാണെന്നും സഞ്ജീവ് ആരോപിച്ചു. അട്ടപ്പാടി നരസിമുക്കിൽ ഭവാനിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട തമിഴ്നാട് സ്വദേശികളായ 2 യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തി. കോയമ്പത്തൂരിൽ നിന്ന് വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു യുവാക്കൾ. ഞായറാഴ്ച കാണാതായ യുവാക്കളെ 3 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. 5 താറാവുകളെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ ട്രോമാ കെയർ പ്രവർത്തകർ പിടികൂടി. ദിവസങ്ങളോളമായി നാട്ടുകാർക്ക് ഭീഷണിയായിരുന്ന പെരുമ്പാമ്പിനെ പിടികൂടിയത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായി. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഉൾപ്പെട്ട യൂത്ത് ലീഗ് നേതാവ് ഗഫൂർ കൊൽക്കളത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കില്ലെന്ന് യൂത്ത് ലീഗ്. ഗഫൂറിനെ വേട്ടയാടാൻ ആരെയും അനുവദിക്കില്ലെന്നും എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമുക്കറിയാം, ഗഫൂർ കൊൽക്കളത്തിൽ MSFലൂടെ വളർന്നു വന്ന മണ്ണാർക്കാടത്തെ എല്ലാ ജനങ്ങളെയും അറിയുന്ന, പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വേട്ടയാടി തകർക്കുക എന്നൊക്കെ ലക്ഷ്യമുണ്ട്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ട് വന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ത്യാഗപൂർവമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി. ഇങ്ങനെ ദയവായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഈ സമയത്ത്, അടുത്ത സമയത്ത് രാഷ്ട്രീയപരമായി തകർക്കുക എന്ന ഗൂഢാലോചന CPMനും അതുപോലെ തന്നെ CPIക്കും ഉള്ളത്. അതിന് വിട്ടുകൊടുക്കാൻ യൂത്ത് ലീഗ് തയ്യാറല്ല. അങ്ങനെയെങ്കിൽ ഇതിന് മുന്നേ ഒരുപാട് റിപ്പോർട്ടുകൾ, നിലവിൽ എൻക്വയറികൾ വന്നു. ആ സമയത്തൊന്നും കേസെടുക്കാതെ ഇപ്പോൾ ARനെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിനെ സമ്മർദ്ദത്തിലാക്കി രാഷ്ട്രീയ നിലവിൽ ഭരണസ്വാധീനം കൊണ്ട് ഇവരെ വേട്ടയാടാൻ നിലവിൽ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യം, ഇത് രാഷ്ട്രീയ വേട്ടയാണെന്നും ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM ആണ് കേസെടുപ്പിച്ചതെന്നും യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി റിയാസ് നാലകത്ത് ആരോപിച്ചു. അങ്ങനെ 50 കോടി പിൻവലിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ധനകാര്യ സ്ഥാപനമാണ്. അതിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രയാസങ്ങളുണ്ടാകും. ആ പ്രയാസത്തിന് മുഖ്യ കാരണം ഈ CPMൻ്റെ ഈ രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ, കോപ്പറേറ്റീവ് സെക്ടറുകൾക്ക്. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ പല കോപ്പറേറ്റീവ് സെക്ടറുകളിലും നമുക്ക് പറയാനുണ്ട്, അല്ലെങ്കിൽ പ്രത്യക്ഷമായ സമരങ്ങൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ കോപ്പറേറ്റീവ് സെക്ടറിലെ അതിൻ്റെ ധാർമ്മിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റ് എന്ന നിലയ്ക്ക് ഞങ്ങളൊന്നും അത് ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഏത് കോപ്പറേറ്റീവ് സെക്ടറിൽ ഉയർന്നു കാണുമെന്നാണ് അത് രാഷ്ട്രീയ, ഏത് CPMൻ്റെ ആണെങ്കിലും CPIൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും ലീഗിൻ്റെ ആണെങ്കിലും ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളായി തന്നെ നിലനിൽക്കണം. ഇത്രയും വർഷമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ എന്ത് വിഷയമാണെങ്കിലും അരൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇത് കൊണ്ടുവരുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ ഗഫൂർ രാജിവെക്കണമെങ്കിൽ DYFIയുടെ ഒരുപാട് പേർക്ക് രാജിവെക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അരിയൂർ ബാങ്കിൽ വ്യാജ ലോണുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ലെന്നും CPM ബാങ്കിനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. CPMന്റെ PK ശശിയുടെ വിഭാഗവും CPMന്റെ ഇപ്പോഴത്തെ ഏരിയ കമ്മിറ്റിയും നടത്തിയ അവർ തമ്മിലുള്ള പ്രശ്നം പുറത്തു കൊണ്ടുവരാനും യൂണിവേഴ്സൽ കോളേജിലെ അഴിമതി പുറത്തു വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശീത സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം അരൂർ ബാങ്കിലേക്ക് നടത്തിയത്. കർക്കിടാംകുന്നിലെ സഹകരണ ബാങ്ക് പൂട്ടിയതിനെ കുറിച്ച് എന്താ ഇവർ സമരം നടത്താത്ത? കർക്കിടാംകുന്നിലെ നിക്ഷേപകർക്ക് പണം കിട്ടാനില്ലേ? ഈ അരൂർ ബാങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, കോട്ടോപ്പാടത്തെ പുറത്തൊരു വ്യക്തിക്ക് ഒരു ലോൺ കൊടുത്തിട്ടില്ല. അവിടുത്തെ പുറത്ത് വ്യാജ ലോണുകളോ മറ്റോ ഉണ്ടായിട്ടില്ല. CPM ആസൂത്രിതമായി തകർക്കാനുള്ള ശ്രമമാണ്.
അവർക്ക് മറ്റു ബാങ്കുകളിൽ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ പൈസ വരണം. ആ പൈസ അരൂർ ബാങ്കിലേക്ക് ഗ്രീൻഫീൽഡ് ഹൈവേന്റെ പണം വരുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണിത്. മുൻപ് മണ്ണാർക്കാട് നടന്ന പ്രസംഗത്തിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ പ്രസംഗം ഉണ്ടായിരുന്നുവെന്നും നേതാക്കൾ സെക്രട്ടറിയെ പരിഹസിച്ചു. അത് കണ്ണിലെ കൃഷ്ണമണിയെ സംരക്ഷിക്കാനൊക്കെ ഇവിടെ പല പ്രസംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗഫൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് തെങ്കര ഡിവിഷനിൽ ജയിച്ചെങ്കിൽ ജില്ലാ പഞ്ചായത്ത് യോഗം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗഫൂർ അതിൽ പങ്കെടുക്കും. ജനാധിപത്യ രീതിയിൽ എന്തൊക്കെ പരിപാടിയിൽ പ്രോട്ടോകോൾ പ്രകാരം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കും. അതിൽ ഡിവൈഎഫ്ഐക്ക് അങ്ങനെ പ്രതിരോധിക്കുകയാണെങ്കിൽ സംരക്ഷണം കൊടുക്കാൻ പാലക്കാട് ജില്ലയിലെ യൂത്ത് ലീഗിന് ഒരു പ്രയാസമല്ല. ആരുടെയും ജില്ലാ പഞ്ചായത്ത് യോഗം വിളിച്ചാൽ ഗഫൂർ അതിൽ പങ്കെടുക്കും. അതിന് ഡിവൈഎഫ്ഐ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ ആ ഹാളിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും ചെയ്യും. CPM ഏരിയ സെക്രട്ടറിയുടെ പ്രസ്താവനകൾക്കും യൂത്ത് ലീഗ് മറുപടി നൽകി. വാർത്താ സമ്മേളനത്തിൽ റിയാസ് നാലകത്ത്, നൌഫൽ കളത്തിൽ, ഷമീർ പഴേരി, നൌഷാദ് വെള്ളപ്പാടം, സൈനുദ്ദീൻ കൈതച്ചിറ എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. MSFനെതിരെ രൂക്ഷ വിമർശനവുമായി SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. MSFനെ ഒന്നാം നമ്പർ വർഗീയ സംഘടന എന്നും PK നവാസ് വർഗീയവാദിയാണെന്നും സഞ്ജീവ് ആരോപിച്ചു. മണ്ണാർക്കാട് നടന്ന മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഞ്ജീവ്. മണ്ണാർക്കാട്ടെ MES കോളേജിലെ KSUക്കാരുടെ കാര്യം ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പട്ടിയെ തല്ലുന്നത് പോലെയല്ലേ ആ തെരുവിലിട്ട് KSUക്കാരെ ഓടി 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 അടിച്ചത്. ആ അടിയും വാങ്ങി പിന്നീട് കോംപ്രമൈസ് പറയേണ്ടി വന്ന ഏറ്റവും വലിയ ഗതികേടിന്റെ പേരായി KSU മാറിയത് എന്തുകൊണ്ടാണ്? ഈ വർഗീയവാദ നിലപാടെടുക്കുന്ന MSF അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. കാലിക്കറ്റിൽ MSF KSU എന്ന സംഘടനയെ കുഴിച്ചുമൂടി, കണ്ണൂരിൽ എടുത്തു കളഞ്ഞു. ഇന്ന് കേരളത്തിലെമ്പാടും ക്യാമ്പസുകളിൽ വർഗീയവാദ നിലപാട് ഉയർത്തുകയാണ്. ആരുടെ ധൈര്യത്തിലാണ്? KSUവിന്റെ ധൈര്യത്തിലൊന്നുമല്ല, RSSന്റെ ധൈര്യത്തിലാണ് ഈ പറഞ്ഞ MSF ഈ പ്രവർത്തനം നടത്തുന്നത്. മണ്ണാർക്കാട് KSU പ്രവർത്തകരെ തെരുവിൽ തല്ലിയത് പട്ടികളെ തല്ലും പോലെ ആയിരുന്നു എന്നും സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. വ്യക്തിപരമായ ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ PK നവാസിനെതിരെയും MSFനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് സഞ്ജീവ് പ്രതികരിച്ചത്. പ്രസംഗത്തിനിടെ PK നവാസിന് തന്നെ പഠിപ്പിക്കാനുള്ള വളർച്ചയായിട്ടില്ലെന്നും തട്ടുംപുറത്തുള്ള കുറച്ച് അറബിക് കോളേജുകൾ കയ്യിലുണ്ടെന്ന് കരുതി SFIക്ക് നേരെ വരേണ്ടെന്നും സഞ്ജീവ് പറഞ്ഞു. ഉദാഹരണത്തിന് സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും SFIക്കെതിരെയായി അക്രമം. വർഗീയവാദികൾ എന്നവരെ വിളിച്ചത് അവർക്ക് കൊണ്ടോ? വർഗീയവാദികളെ വർഗീയവാദി എന്നല്ലാതെ ഋത്തിക് റോഷൻ എന്ന് വിളിക്കാൻ കഴിയോ? വർഗീയവാദിയെ വർഗീയവാദി എന്നല്ലാതെ മോഹൻലാൽ എന്ന് വിളിക്കാൻ കഴിയോ? PK നവാസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നീ ഒന്നാം നമ്പർ വർഗീയവാദി. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. MSF കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് SFI പ്രഖ്യാപിക്കുകയാണ്. കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് MSF. നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. സ്വത്വബോധമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുള്ളുമുരിക്കുകളെയും ഈ നാട്ടിൽ പട്ടിയെ വെട്ടിപ്പടിച്ച് ഈ നാട്ടിൽ അക്രമം നടത്തുന്ന SDP-ക്കാരുടെ SDPI നേതാക്കന്മാരുടെ നിരോധിച്ച CFIയുടെ ബാക്കി പത്രമാണ് നീ എന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഞങ്ങൾ ഇത് എവിടെയും പറയും. CCN മണ്ണാർക്കാട്. അട്ടപ്പാടി നരസിമുക്കിൽ ഭവാനിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട തമിഴ്നാട് സ്വദേശികളായ 2 യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തി. കോയമ്പത്തൂരിൽ നിന്ന് വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു യുവാക്കൾ. തമിഴ്നാട് അണ്ണൂർ ഗണേശപുരം സ്വദേശി പ്രദീപ് രാജ്, കായൽപട്ടണം തൂത്തുക്കുടി സ്വദേശി ഭൂപതി എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വെള്ളിയാഴ്ച 3 മണിയോടെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. മണ്ണാർക്കാട് അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് സംഘങ്ങളും അഗളി പുതൂർ പോലീസും പ്രദേശവാസികളുമാണ് തിരച്ചിൽ നടത്തിയിരുന്നത്. 3 ദിവസത്തിനു ശേഷം തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്താനായത്. കോയമ്പത്തൂരുള്ള സൗരോർജ കമ്പനിയിലെ 19 അംഗങ്ങളാണ് വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ വിനോദയാത്രയ്ക്കായി എത്തിയത്. പരപ്പൻതറയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടത്. സംഭവം നടന്നതിനു ശേഷം പോലും ഭവാനിപ്പുഴയിൽ ഇപ്പോഴും അപകടകരമായ രീതിയിൽ വിനോദസഞ്ചാരികൾ ഇറങ്ങുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. CCN മണ്ണാർക്കാട്. 5 താറാവുകളെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ ട്രോമാ കെയർ പ്രവർത്തകർ പിടികൂടി. ദിവസങ്ങളോളമായി നാട്ടുകാർക്ക് ഭീഷണിയായിരുന്ന പെരുമ്പാമ്പിനെ പിടികൂടിയത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായി.
അങ്ങാടിപ്പുറം വയലോങ്ങര കിഴക്കേമുക്ക് ഒരുമ റെസിഡൻസിയിൽ താമസിക്കുന്ന വി കെ റാഫിയയുടെ താറാവുകളുടെ കൂട്ടിൽ 5 താറാവുകളെ വിഴുങ്ങിയ നിലയിലായിരുന്നു പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ പാമ്പിനെ പിടികൂടി. കേരളം വനം വകുപ്പ് സർപ്പ റെസ്ക്യൂവർമാരായ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജുബിലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. വളരെ ഈ പ്രദേശത്തുള്ളവർക്കൊരു സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് അവർക്ക് ട്രോമാ കെയറിന് ഉള്ള നന്ദി ഞങ്ങൾ ഈ കിഴക്കേമുക്ക് ഒരുമ റെസിഡൻസ് അസോസിയേഷന് വേണ്ടി അറിയിക്കുകയാണ്. ദിവസങ്ങളായിട്ട് ഇതുണ്ടോ അവിടെ? ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് പലരും പല രാത്രി സമയത്തൊക്കെ അപൂർവമായിട്ട് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഭാഗത്തുള്ള പൊന്തകളൊക്കെ വെട്ടി ക്ലീനാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഒരു വീടിൻ്റെ താറാവ് ഒക്കെ ഉള്ള ഒരു കൂട്ടിലേക്ക് വന്ന് പിടികൂടിയ പെരുമ്പാമ്പിനെ പിന്നീട് നിലമ്പൂർ അമരമ്പലം സൗത്ത് ഫോറസ്റ്റ് RRTക്ക് കൈമാറി. CCN പെരിന്തൽമണ്ണ. വോട്ട് കള്ളന്മാരിൽ നിന്ന് ജനാധിപത്യം വീണ്ടെടുക്കുക സ്വാതന്ത്ര്യം ജന്മാവകാശമാണ് എന്ന സന്ദേശമുയർത്തി SDPI സംസ്ഥാന കമ്മിറ്റി ക്യാമ്പയിന്റെ ഭാഗമായി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി ചെർപ്പുളശ്ശേരിയിൽ ആസാദി സ്ക്വയർ സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി SDPI ആറന്മുള മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഷിദ് ചെങ്ങന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിന്റെ സോഷ്യലിസത്തെ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ അപകടത്തിലാഴ്ത്തിയിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അത് ഇന്ത്യൻ ഫാസിസമാണ്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ 103 മിനിറ്റ് പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗത്തെ കുറിച്ച് ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡിട്ട പ്രഭാഷണമാണ്. 103 മിനിറ്റ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എന്നത്. ആ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിൽ നരേന്ദ്രമോദി പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. നരേന്ദ്രമോദി എന്നൊരു RSSകാരനായി പോയി എന്നത്, അല്ലെങ്കിൽ RSSകാരനായിരിക്കെ തന്നെ താൻ ഒരു RSSകാരനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് ചെയ്തത്. എന്താണ് ചെയ്തത്? എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ SDPI സംസ്ഥാനമൊട്ടുക്കും ആസാദി സ്ക്വയർ നടത്തി വരുന്നുണ്ട്. ഇത്തവണ സംസ്ഥാനത്ത് 300-ലധികം കേന്ദ്രങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി മജീദ് ഷൊർണൂർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗവും ഷൊർണൂർ മുനിസിപ്പൽ കൌൺസിലറുമായ മുസ്തഫ TM സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പുള്ളി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി റഹീം വീട്ടിക്കാട് സ്വാഗതവും ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഹംസ തൂത നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കുകയും അവാർഡ് നൽകുകയും ചെയ്തു. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. കർഷക ദിനത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന് മുൻപിൽ നിന്നും വിളംബര ഘോഷയാത്രയും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ, കൃഷി ഓഫീസർ, കർഷകർ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കർഷകരെ ആദരിക്കുന്നതിനോടൊപ്പം കാട്ടാനയെ തടയാനുള്ള AI സംരക്ഷണ വേലിയുടെ നിർമ്മാണത്തിൽ മുഖ്യ പങ്കുവഹിച്ച അമ്പലപ്പാറ ഇറപ്പശ്ശേരി TP വിജയനെയും ആദരിച്ചു. CCN കടമ്പഴിപ്പുറം. അമേരിക്കൻ കയറ്റുമതി തീരുവ വർധനവ് CPIM ശ്രീകൃഷ്ണപുരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K പ്രേംകുമാർ MLA പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വളരെ ചുരുക്കം വാക്കുകളിലാണെങ്കിലും സ്വാഗത പ്രാസംഗികയും ഇന്നത്തെ സമരത്തിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ലോകത്ത് ഒരു രാജ്യത്തിന്റെ വരുമാനം നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കയറ്റുമതിയാണ്.
അമേരിക്കയുടെ കയറ്റുമതി തീരുവ വർധനവിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വെടിയണമെന്നും അമേരിക്കൻ ദാസ്യപ്പണി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് CPIM ശ്രീകൃഷ്ണപുരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ഏരിയ കമ്മിറ്റി അംഗം B. രാജേഷ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറിമാരായ MK ദേവി, O. മോഹൻദാസ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ട്രംപിന് നല്ല പ്രതിഷേധം. CCN കടമ്പഴിപ്പുറം. സാമൂതിരിയുടെ കാലം മുതൽ പ്രസിദ്ധമായ കരിമ്പുഴയിലെ കൈത്തറി വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും നെയ്ത്തുകാർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഒരു കാലത്ത് ഓരോ വീട്ടിലും ഉണ്ടായിരുന്ന തറികളുടെ എണ്ണം ഇപ്പോൾ 30 ചുരുങ്ങി. എങ്കിലും നെയ്ത്തുകാരുടെ പ്രതീക്ഷ ഓണവിപണിയിലാണ്. ഹംപിയിൽ നിന്ന് സാമൂതിരി രാജാവ് കൊണ്ടുവന്ന നെയ്ത്തുകാരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് കരിമ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന ദേവാംഗർ സമുദായത്തിൽപ്പെട്ട 100ഓളം കുടുംബങ്ങൾ. ഒരു കാലത്ത് എല്ലാ വീടുകളിലും തറികൾ ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ അത് 30 എണ്ണമായി ചുരുങ്ങി. വരുമാനം കുറവായതിനാൽ പുതിയ തലമുറ മറ്റു ജോലികൾ തേടി പോകുന്നു. ഇന്ന് ഒരു ദിവസം മുഴുവൻ നെയ്താൽ 350-400 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. യന്ത്രത്തറിയുടെ കടന്നുവരവ് കൈത്തറി മേഖലയെ പുറകോട്ടടിക്കുക. കരിമ്പുഴയിലും തറികളുടെ രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. കുഴിത്തറികൾക്ക് പകരം ഫ്രെയിമുള്ള തറികളാണ് ഇപ്പോൾ കൂടുതലായുള്ളത്. ഇപ്പോൾ തന്നെയല്ല, ഇനി ഒരു 10 കൊല്ലം 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല, എവിടെയും ഉണ്ടാവില്ല, നിന്ന് പോകും. നമുക്ക് കൈത്തൊഴിൽ ഇതാണ്, പക്ഷേ നിന്ന് പോകും. ഈ ഒരു ഓണം വന്നതുകൊണ്ട് എത്രത്തോളം അത് ഒരു പ്രയോജനമാവുന്നുണ്ട്? ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മൂവിങ് ഉണ്ടാവും. ഇനി അതിന് ഓണത്തിന് സാധനമൊക്കെ പോകും, പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോക്കാക്കി വെക്കില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് മെല്ലെ പണി നടത്താൻ പറയും. നമുക്ക് വേറെ പണി അറിയില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാർ കൈവിട്ട് പോയിട്ടുണ്ട്. ആ പണിക്ക് പോയവരൊക്കെ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയില്ല പണി, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിൽ പോയിട്ടുണ്ടാവും. സാമ്പത്തികമായിട്ട് അതിനും വിദ്യാഭ്യാസം ഇല്ലാതായില്ല. കരിമ്പുഴ തെരുവിലെ നെയ്ത്തുകാരനായ രജനീകാന്ത് പറയുന്നതനുസരിച്ച് 4 മീറ്റർ നീളമുള്ള ഒരു ഡബിൾ മുണ്ട് നെയ്താൽ 600 രൂപയാണ് കൂലി. ഒരു സാരി നെയ്യാൻ 1.5 ദിവസത്തോളം എടുക്കും. ഇതിന് 700 രൂപയാണ് പ്രതിഫലം. ഡബിൾ ആവണമെങ്കിൽ ഒരു ദിവസമാവും, 4 മീറ്റർ. ഈ മുണ്ടൊക്കെയാണെങ്കിൽ വിഷുമുണ്ടാണെങ്കിൽ ഒരു മുണ്ടൊക്കെ ആവുള്ളൂ. സാധാ മുണ്ടാണെങ്കിൽ 2 മുണ്ട് നെയ്യും. ഇത് വിഷു ഡബിളാണ്, ദിവസം ഒന്നും ആവുള്ളൂ, ഒരെണ്ണം ആവുള്ളൂ. 600 രൂപ കൂലി കിട്ടും. മെറ്റീരിയലും മറ്റ് അവര് കൊടുന്നു തരും, പാവും കസവും എല്ലാം. ബാക്കി പണിയൊക്കെ നമ്മൾ ചെയ്തോളണം. ചെയ്ത് ഡബിൾ നെയ്ത് കൊടുത്ത് ഒരു ഡബിളിന് 600 ഇങ്ങനെ കൂലി തരും. 9 ഡബിൾ ഉണ്ട്, 10 ദിവസം ആവും. 600 കൂലി വരുന്ന മാതിരി 10 ദിവസം ആവും. പ്രിന്റ് സെറ്റുമുണ്ട്, പ്രിന്റ് സാരി, ടിഷ്യൂ സെറ്റുമുണ്ട്, സെറ്റ് സാരി എന്നിവയെല്ലാം ഇവിടെ നെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഡബിൾ മുണ്ടിനും സെറ്റ് മുണ്ടിനുമാണ് കൂടുതൽ ആവശ്യക്കാർ. നെയ്ത്തിനുള്ള പാവ് സേലം, പൊള്ളാച്ചി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത്. കൂടുതൽ നെയ്ത്തുകാരും ഇപ്പോൾ വസ്ത്രങ്ങൾ നെയ്തു നൽകുന്നത് സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ്. കൈത്തറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് വസ്ത്രങ്ങൾ നൽകിയിരുന്നെങ്കിലും ലാഭം കിട്ടാൻ വൈകുന്നതുകൊണ്ടാണ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് മാറിയതെന്ന് നെയ്ത്തുകാർ പറയുന്നു. ഓണം അടുത്തതോടെ വേഗത്തിൽ നെയ്തു നൽകാൻ ആവശ്യക്കാർ എത്തുന്നുണ്ട്. നെയ്ത്തുകാരുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും കരിമ്പുഴയിൽ വസ്ത്രവിൽപ്പനശാലകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ശ്രീരാമസ്വാമി ക്ഷേത്രം മുതൽ തെരുവിന്റെ അവസാനം വരെ 25ഓളം വിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പുറത്തുനിന്നുള്ള വസ്ത്രങ്ങളും വിൽക്കുന്നുണ്ട്. വർഷങ്ങളായി കരിമ്പുഴയിൽ ഉണ്ടായിരുന്ന നെയ്ത്തുകാരുടെ സഹകരണ സംഘം പ്രവർത്തനരഹിതമാണ്. CCN കടമ്പഴിപ്പുറം. സ്ത്രീകളുടെ നവീന വസ്ത്രങ്ങളുടെ ശേഖരവുമായി സുർബി ഫാബ്സ് ആൻഡ് സ്റ്റൈൽസ് ശ്രീകൃഷ്ണപുരം ചാത്തൻകുന്ന് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA സ്ഥാപനം ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ഐറ്റംസുകൾക്കും 10% ഡിസ്കൗണ്ടും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്.
ചിങ്ങം 1 ശ്രീകൃഷ്ണപുരത്തിന് ഓണ സമ്മാനവുമായാണ് സുരഭി ഫാബ്സ് ആൻഡ് സ്റ്റൈൽസ് പ്രവർത്തനം ആരംഭിച്ചത്. ചുരിദാർ മെറ്റീരിയൽസ്, ചുരിദാർ റെഡിമെയ്ഡ്സ്, സാരികൾ, ഫാഷൻ ആക്സസറീസ് ആൻഡ് നൈറ്റീസ് എന്നിവയെല്ലാം ഇവിടെ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ശ്രീകൃഷ്ണപുരത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സുരഭി നെറ്റ്വർക്കിന്റെ മറ്റൊരു സംരംഭമാണ് സുരഭി ഫാബ്സ് ആൻഡ് സ്റ്റൈൽസ്. ശ്രീകൃഷ്ണപുരം ചാത്തൻകുന്ന് റോഡിൽ സുരഭി ജിംനേഷ്യത്തിനു താഴെയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ തുണിത്തരങ്ങൾക്കും 10% ഡിസ്കൗണ്ട് സെപ്റ്റംബർ 5 തിരുവോണ ദിവസം വരെ ലഭ്യമാണ്. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA സ്ഥാപനം ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട MLA സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട്. പഞ്ചായത്ത് സേതുവേട്ടന്റെ മകൻ സമ്പത്തും അദ്ദേഹത്തിന്റെ ഭാര്യ സഹധർമ്മിണി ജിൽനയും ചേർന്ന് ഒരു പുതിയ സംരംഭം ഇന്ന് ചിങ്ങം 1 കർഷക ദിനത്തിൽ ലോകമാകെയുള്ള മലയാളികൾ ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന സന്ദർഭത്തിൽ ഉള്ള സ്ഥലത്ത് വളരെ നല്ല നിലയിലുള്ള ഒരു കുഞ്ഞു സ്ഥാപനം ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിലെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പൊതുവായ പുതിയ സംരംഭങ്ങളെല്ലാം നല്ല നിലയിൽ വിവിധ മേഖലകളിലുള്ളവരുടെ ശ്രദ്ധേയമായ ഇടപെടലോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഈ സന്തോഷകരമായിട്ടുള്ള ഒത്തുചേരലിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ഊഷ്മളമായിട്ടുള്ള ആശംസകളും അഭിവാദനങ്ങളും നേരുകയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണപുരം പാലിയേറ്റീവിനുള്ള ധനസഹായം സ്ഥാപനമുടമ സേതുമാധവൻ പ്രസിഡന്റ് സി രാജികയ്ക്ക് കൈമാറി. ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക, വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, വാർഡ് മെമ്പർ ഉഷ, കോൺഗ്രസ് നേതാവ് ഗിരീശൻ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് മജേഷ് എന്നിവരും സുരഭി മാനേജ്മെന്റ് അംഗങ്ങളും കുടുംബാംഗങ്ങളും നാട്ടുകാരും വ്യാപാരികളും സ്റ്റാഫ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ചിങ്ങം 1 പെരിന്തൽമണ്ണ നഗരസഭ കർഷക ദിനം ആചരിച്ചു. നഗരസഭയുടെ ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ഈ മികച്ച ടൗൺ ഹാളിൽ നിന്ന് നമ്മുടെ ചിങ്ങം 1 ആഘോഷിക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായത് സന്തോഷകരമായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ പെരിന്തൽമണ്ണ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേഗത്തിൽ നഗരവൽക്കരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്.
നഗരവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയും കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം ഇവിടെ വളരെ പ്രഗത്ഭരായ നമ്മുടെ കർഷകരൊക്കെ അവാർഡ് വാങ്ങാൻ നിൽക്കുകയാണ്. നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയിലെ മികച്ച സംഭാവനകൾ നൽകിയ കർഷകരായ ഗോവിന്ദൻകുട്ടി കോഴിത്തൊടി, ശാരദ കോലോത്തൊടി, അബ്ദുസമൻ കാപ്പുങ്ങൽ, അയ്യപ്പൻ ചെറുകരപുരയ്ക്കൽ, ബാബുമോൻ കുറ്റിക്കാട്ടിൽ എന്നിവരെ ചടങ്ങിൽ സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു. അടുത്തതായി അദ്ദേഹത്തിന് ഒരു ക്യാഷ് അവാർഡും തേനീച്ച കൃഷി ഇങ്ങനെ മുതലായ കൃഷികൾ മാത്രമല്ല, നമ്മുടെ കാർഷിക മേഖലയുടെ ഏറ്റവും നമ്മൾ പറയുന്നത് വാല്യൂ അഡീഷൻ ആണ്. വാല്യൂ അഡീഷൻ ആയിട്ടുള്ള നമ്മുടെ ചന്തയിലേക്ക് തരുന്ന കൂണും തേനും എല്ലാം ഇവരുടെ അടുത്തു നിന്നാണ്. ഒരു സ്വയം സംരംഭക എന്ന് പറയുന്നത് നമ്മുടെ ക്ഷീര കർഷകൻ കൂടിയാണ് അദ്ദേഹം. നെൽകൃഷിക്കും അദ്ദേഹം ഇതിന് തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തുന്നു. അദ്ദേഹം തിരക്കേറിയ ഒരു എഞ്ചിനീയർ കൂടിയാണ്. അതിനിടയിലാണ് അദ്ദേഹം GVHSS പെരിന്തൽമണ്ണയിലെ VHSC വിങ്ങിൽ പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥിയാണ് അബ്ദുൾ സമൻ കാപ്പുങ്ങൽ. വൈസ് ചെയർപേഴ്സൺ എ നസീറ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ്, കെ ഉണ്ണികൃഷ്ണൻ, കൌൺസിലറും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ പച്ചീരി ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. കൌൺസിലർമാരായ പി സീനത്ത്, എൻ അജിത, സരോജ, സുനിൽകുമാർ, ശ്രീജിഷ, സക്കീന സയ്യിദ്, സജിന ഷൈജൽ, വിവിധ കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കൃഷി ഓഫീസർ നസ്രിൻ വി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സുരാജ് നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ചെറുപ്പുളശ്ശേരി നഗരസഭ കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷകരെ ആദരിച്ചു. EMS സ്മാരക ടൗൺ ഹാളിൽ നടന്ന പരിപാടി ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ രാസവളം ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെന്തായി നമുക്ക് ഭക്ഷ്യസുരക്ഷിതമായി. അല്ലാതെ ഇപ്പോ മുമ്പ് നമുക്കിവിടെ ഈ ഭൂമിയൊക്കെ ഉണ്ട്, അന്നിവിടെ പട്ടിണിയാണ് അല്ലെ. 50 കൊല്ലം മുമ്പേ നമുക്കിവിടെ ഈ ഭൂമിയൊക്കെ ഉണ്ട്. അത് ഇന്ത്യ രാജ്യത്ത് പട്ടിണിയിൽ നമ്മൾ മാറിയത് എങ്ങനെയാണ്? കാർഷിക മേഖലയിൽ വലിയ മുതൽ മുടക്ക് ആര് നടത്തി? സർക്കാർ നടത്തി. അങ്ങനെയാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ എത്ര ഡാമുകളുണ്ടായി. നഗരസഭാ പരിധിയിലെ 30 കർഷകരെയും 15 പാടശേഖര സമിതികളെയുമാണ് ആദരിച്ചത്. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ KT പ്രമീള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷമീജ്, മറ്റു നഗരസഭാംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. കർഷക ദിനത്തിൽ തിരുവിഴാംകുന്ന് CPIUP സ്കൂളിലെ കർഷക ക്ലബ്ബിലെ അംഗങ്ങൾ പ്രദേശത്തെ കർഷകരെ വീട്ടിലെത്തി ആദരിച്ചു. അനുമോദന ചടങ്ങ് പ്രധാനാധ്യാപകൻ ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. കൊട്ടത്തളത്തിൽ വാസു, ചാലിയൻ മുഹമ്മദ് എന്നിവരെയാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വീട്ടിലെത്തി അനുമോദിച്ചത്. മാനേജർ CP ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കായിക അധ്യാപകൻ റാഫത്ത്, സ്കൌട്ട് മാസ്റ്റർ ജയചന്ദ്രൻ ചത്തല്ലൂർ, മണികണ്ഠൻ കുമരമ്പത്തൂർ എന്നിവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. ഭരണഘടനയെ സംരക്ഷിക്കുക, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി AIYF മണ്ഡലം കേന്ദ്രങ്ങളിൽ യുവസംഗമം എന്ന പരിപാടി നടത്തി. കടമ്പഴിപ്പുറത്ത് ജില്ലാ സെക്രട്ടറി K ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുക്കപ്പെടുകയും ഒരു രാഷ്ട്രമായി മാറുകയും ആ രാഷ്ട്രത്തിന്റെ ഭാഗമായി അവിടെ ഒരു ജനാധിപത്യ സംവിധാനം നിലവിൽ വരികയും ചെയ്തിരുന്നു എന്നതായിരുന്നു അന്ന് ലോക രാജ്യങ്ങളുടെ സ്ഥിതിയെങ്കിൽ, ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ഇന്ത്യയുടെ സ്വഭാവം എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ഒരു ജനസമൂഹം, വിശ്വാസം കൊണ്ടും അതുപോലെ തന്നെ ആചാരം കൊണ്ടും വസ്ത്രധാരണം കൊണ്ടും ജീവിതശൈലി കൊണ്ടും. ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിൽ ഉൾപ്പെട്ട കടമ്പഴിപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ നടന്ന പരിപാടിക്ക് AIYF മണ്ഡലം പ്രസിഡന്റ് ശിവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിഷ്ണു സ്വാഗതം പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി വേണുഗോപാൽ, മുസ്തഫ, സന്ദീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അനീഷ് നന്ദിയും പറഞ്ഞു.
CCN കടമ്പഴിപ്പുറം. കർഷക ദിനത്തിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കർഷകരെ ആദരിച്ചു. കർഷകരുടെ വീടുകളിലെത്തി പൊന്നാടയണിയിച്ച് കവുങ്ങിൻ തൈകൾ നൽകിയാണ് ആദരിച്ചത്. ഓരാടം പാലം 10ാം വാർഡിലെ ക്ഷീര കർഷകനായ മലയിൽ റഷീദിനെയും കേര കർഷകനായ പേരയിൽ സൈതാലിയെയും പാർട്ടി പഞ്ചായത്ത് നേതൃത്വം അവരുടെ വീടുകളിലെത്തി പൊന്നാടയണിയിച്ച് കവുങ്ങിൻ തൈകൾ നൽകി ആദരിച്ചു. പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ, സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഉൾപ്പെട്ട യൂത്ത് ലീഗ് നേതാവ് ഗഫൂർ കോൽക്കളത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കില്ലെന്ന് യൂത്ത് ലീഗ്. ഗഫൂറിനെ വേട്ടയാടാൻ ആരെയും അനുവദിക്കില്ലെന്നും എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MSFനെതിരെ രൂക്ഷ വിമർശനവുമായി SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. MSFനെ 1ാം നമ്പർ വർഗീയ സംഘടന എന്നും PK നവാസ് വർഗീയവാദിയാണെന്നും സഞ്ജീവ് ആരോപിച്ചു. അട്ടപ്പാടി നരസിമുക്കിൽ ഭവാനിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട തമിഴ്നാട് സ്വദേശികളായ 2 യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തി. കോയമ്പത്തൂരിൽ നിന്ന് വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു യുവാക്കൾ. ഞായറാഴ്ച കാണാതായ യുവാക്കളെ 3 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. 5 താറാവുകളെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ ട്രോമാ കെയർ പ്രവർത്തകർ പിടികൂടി. ദിവസങ്ങളോളമായി നാട്ടുകാർക്ക് ഭീഷണിയായിരുന്ന പെരുമ്പാമ്പിനെ പിടികൂടിയത് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.